പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എ വണ്ടർഫുൾ ഡേ, എ വണ്ടർഫുൾ ന്യൂ വീക്ക്. എല്ലാത്തിനുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ചെലവിടുന്ന സമയം അത് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമാകത്തില്ല. ഇഫ് യു ബിഗിൻ ഫ്രം ദ ഹോളി ഓഫ് ഹോളീസ്, ആ ക്രൂശിന്റെ ചോട്ടിൽ നിന്ന് നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ലജ്ജിക്കത്തില്ല. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കർത്താവിന്റെ പീഡാനുഭവങ്ങൾ ലോകം മുഴുവൻ ഓർമ്മിക്കുന്ന സമയമായിരുന്നു. 2000-ൽ പല വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയുടെ പരപ്പിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടത് കർത്താവ് സകലതും ചെയ്തു. ദൈവവചനം പറയുകയാണ്, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, സകലതും നിവർത്തിയായി എന്ന് കാൽവരി ക്രൂശിന്റെ അവസാനം എന്റെ കർത്താവ് വിളിച്ചു പറഞ്ഞു. പ്രൈസ്. ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്നാണ്. അത് നിവർത്തിയായി. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും കർത്താവ് ദാനമായി തന്നു. കർത്താവ് വില കൊടുത്തു. എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി കർത്താവ് ക്രൂശിൽ കയറി. ആ പാപത്തെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആവർത്തിച്ച് പറയുകയാണ്, ക്രൂശിൽ കർത്താവ് പാപത്തെയാണ് കൊന്നത്. ഹി കിൽഡ് ദ സിൻ ഓൺ ദ ക്രോസ്. ഇന്നലെ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് വായിച്ച ഒരു വാക്യമുണ്ട്, ആൻഡ് ഹി ബറീഡ്. പാപത്തെ കൊല്ലുക മാത്രമല്ല, അവനെ കുഴിച്ചിടപ്പെട്ടപ്പോൾ എന്റെ പാപവും കൂടിയാണ് ആ ഗ്രേവിന്റെ അകത്ത് കുഴിച്ചിടപ്പെട്ടത്. ഇന്ന് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ധൈര്യം, പ്രൈസ്, നമ്മൾ ജീവിക്കുന്നത് പാപത്തിലല്ല, പാപത്തിൽ നിന്ന് കർത്താവ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു. പ്രൈസ്. ജീവിക്കുവാൻ നല്ല ധൈര്യമാണ്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നല്ല ധൈര്യമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിക്കേറി ചെല്ലുവാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. പ്രൈസ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, നിങ്ങൾ ഒന്നിലും താഴത്തില്ല, ഒന്നിലും നിങ്ങൾ ലജ്ജിക്കത്തില്ല. നിങ്ങളുടെ എതിരെ ഉണ്ടാകുന്ന സകല കൈയെഴുത്തുകളെയും കർത്താവ് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. നൗ നത്തിങ് ഈസ് അഗൈൻസ്റ്റ് യു. ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കുറവുണ്ട്, എനിക്ക് വീഴ്ചയുണ്ട്, അതുകൊണ്ട് എന്റെ കുറവില്ല, എന്റെ കുറവുകളെ എന്റെ കർത്താവ് തീർത്തു. കർത്താവ് അതിന് പരിഹാരം കർത്താവ് വരുത്തി. പ്ലീസ്, ദാറ്റ്സ് ദ ബോൾഡ്നെസ്. എന്റെ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ധൈര്യം അതാണ്. പ്ലീസ്, ആ ധൈര്യത്തിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കോ, ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ആഴ്ചയുടെ തുടക്കത്തിലേക്ക് നമ്മളായിരിക്കുക. ഇന്നലെ കർത്താവിന്റെ ഉയർപ്പ് നമ്മൾ ഓർമ്മിച്ചു. ഈസ്റ്റർ എന്ന് പറയുമ്പം സന്തോഷത്തിന്റെ ഉയർപ്പിന്റെയും ദിവസം, ഒരു വലിയ പ്രത്യാശയാണ്. ദുഃഖ വെള്ളിയാഴ്ച, ഒരു ദുഃഖത്തിന്റെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദിവസം മുതൽ ഇന്ന് വരെ എന്നും ആ യേശു ഉയർത്ത് ജീവിക്കുന്നെന്നുള്ളതിന്റെ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ആണ്ടിൽ ഒരു ദിവസം മാത്രം ഓർക്കുന്ന ഒരു ദിവസമായിട്ടില്ല, എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കുന്നവരെ എന്റെ കർത്താവ് ഉയർത്ത് ജീവിക്കുന്നത് കൊണ്ട് ഞാനും എന്റെ കുടുംബവും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു. ക്രിസ്തു ഉള്ളിൽ വന്നാൽ മാത്രമേ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉള്ളപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാൻ കഴിയത്തുള്ളൂ. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിത്യമായ സമാധാനവും സന്തോഷവും, ആ എന്താ പറയുന്നേ, എല്ലാറ്റിലും ഉപരി എന്റെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു ധൈര്യവും. മറ്റേത് നമ്മൾ പറയാം, എനിക്ക് ആരുമില്ല, പക്ഷെ എല്ലാം കർത്താവ് ഉണ്ടെന്നുള്ള ആ ധൈര്യത്തിൽ, ആ ബോധ്യത്തിലായി നടക്കാൻ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുക, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ എഴുതുമ്പോൾ പറയുക, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്ന, യേശു കർത്താവാണെന്ന് പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും, ലോകത്തിലുള്ള എല്ലാവരും പറയുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് പറയുന്നുണ്ട്, യേശു എന്റെ കർത്താവാണ്. അവർക്ക് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ.
എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ബോധ്യത്തിൽ വേണം നടക്കുവാൻ. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, ഒരു നിത്യമായ ജീവിതം, നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുണ്ട്. ആ സന്തോഷത്തിലും ആ ആനന്ദത്തിലുമാണ്. ഇവിടുത്തെ എല്ലാം ശരിയായിട്ട് കുറെ പൈസയെല്ലാം വെച്ച് കുറെ അങ്ങനെയൊന്നും ജീവിക്കാനല്ല ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ പുറകെ ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പൈസ അല്ല, ഈ എറ്റേണിറ്റി ആണ്. ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഇൻ ലൈഫ്. ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ നിത്യതയാണ്. ഇത് ഉള്ളിലുണ്ടെങ്കിൽ നിത്യത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ വസിക്കുന്ന അവസ്ഥയ്ക്കാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് ഉള്ളിലുണ്ടെങ്കിൽ യു ഹാവ് എവരിതിങ്, അല്ലേ? ഇവിടെ ആ നിത്യജീവനില്ല നടക്കുന്നത്. അങ്ങ് മരിച്ച അടക്കപ്പെട്ട യേശു വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ട് നൽകുന്ന ഒരു നിത്യജീവനല്ല ഇത്. ഉള്ളിൽ വരുമ്പോൾ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ആ നിത്യജീവൻ ഉള്ളിൽ വെച്ചോണ്ടാ, യേശുവിനെ ഹൃദയത്തിൽ വെച്ചോണ്ടാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാൽ, എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നാലും എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. യേശു എന്റെ കർത്താവ്. അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കും. എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എനിക്ക് ആ നിത്യജീവൻ യേശു തന്നിട്ടുണ്ടെന്നുള്ള ആ ധൈര്യത്തിലും ബോധ്യത്തിലും ഇന്ന് നമുക്കായിരിക്കാം. ആ വചനം ഒന്നുകൂടി ഒന്ന് വായിച്ചേ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, അപ്പം ഇത് ആർക്കാ എഴുതിയിരിക്കുന്നത്? ഇത് വിശ്വസിക്കുന്ന മക്കൾക്കാണ് എഴുതി. എന്ത് വിശ്വസിക്കുന്നത്? യേശു എന്റെ കർത്താവും എന്റെ രക്ഷകനുമാണെന്ന് വിശ്വസിക്കുന്നത്, യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നത്, എന്റെ പാപപരിഹാരം എന്റെ കർത്താവ് വരുത്തി എന്ന് ഐ എം നോ മോർ എ സിന്നർ എന്ന് വിശ്വസിക്കുന്നവർക്ക്, ഞാനൊരു വിക്ടർ ആണെന്ന് വിശ്വസിക്കുന്നവർക്ക്, ഈ തിരുവെഴുത്തുകള് വിശ്വസിക്കുന്നവർക്ക്, ഇതിന്റെ അകത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും ജീവശ്വാസമാണെന്ന്, ദൈവശ്വാസമാണെന്ന്, ദൈവവചനം ദൈവത്തിന്റെ ശ്വാസമാണെന്ന് വിശ്വസിക്കുന്നവരോട് പറയുകയാണ്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അറിയണം. ഈ അറിയുക എന്ന് പറഞ്ഞ അത് ഒരു ബോധ്യമാണ്. നമുക്കറിയാം, അല്ലെ? നമുക്ക് നമ്മുടെ വീട് എവിടെയാണെന്ന് അറിയാം. നമ്മള് ഒരു സംശയമില്ല, വൈകിട്ട് നേരെ വീട്ടിലോട്ട് പോരുന്ന വഴി ഈ വെളിയിലൊക്കെ നമ്മള് നാവിഗേഷനൊക്കെ വെച്ചാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടുപുറത്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ പോകാനൊന്നും വഴിയൊന്നും നമുക്കറിയാം, അല്ലെ? നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ഇതെല്ലാം എന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. യു ആർ എൻ എറ്റേണൽ ബീയിങ്. അങ്ങനെ ഒരു ചില കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടാതെ? ഞാൻ ഒരു കാര്യം എല്ലാ ദൈവമക്കളോടും പറയാം, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എറ്റേണൽ ലൈഫാണ്. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഇൻ അവർ ലൈഫ്. ആ എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. അത് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരാളെ വസിക്കുന്നു എങ്കിൽ ഈ ലോകത്തിൽ വേണ്ട സകലതും ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് ജനറേറ്റഡ്. എനിക്കും നിങ്ങൾക്കും വേണ്ട സകലതും അത് ഉളവായി വരും. നമുക്ക് ഈ ചോദ്യം ഒരു റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. അതെ, വൈ എവരിവൺ ഈസ് നോട്ട് ഗെറ്റിംഗ് ബ്ലെസ്ഡ്? ഒന്ന് ആ ക്രിസ്തുവിന്റെ ജീവൻ അകത്തുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. രണ്ട്, അവനോട് കൂട്ടായ്മ ആചരിച്ചാൽ, വി ലീവ് ഇൻ കണക്ഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചാൽ. മൂന്ന്, ദൈവത്തിന്റെ ടൈമിംഗ് ഉണ്ട്. ദർ ഇസ് എ ടൈം ഫോർ എവരിതിങ്. എല്ലാത്തിനും കർത്താവ് തക്ക സമയത്ത് ഉയർത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ടൈമിംഗ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ വി ലൂസ് അവർ പേഷ്യൻസ്. ആ ടൈമിംഗ് എല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഈ വെയിറ്റ് ചെയ്യാനും കൃപ തരും. വെയിറ്റ് ചെയ്യാനും സ്തോത്രത്തോടെ വെയിറ്റ് ചെയ്യാൻ കർത്താവ് കൃപ തരും. ഞാനൊരു കാര്യം പറയാം, ദൈവം തരുമ്പം ഹി ഗിവ്സ് ദ വെരി ബെസ്റ്റ്. ഏറ്റവും നല്ലത് മാത്രമേ ദൈവം തരത്തുള്ളൂ. ചിലപ്പം നമ്മുടെ ഒരു ബുദ്ധിയിലും നമ്മുടെ ഒരു കഴിവിലും പല കാര്യങ്ങൾ നേടാൻ നോക്കുമ്പം ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന്. ഞാൻ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ ഒരു സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാൽ പലപ്പോഴും പരാജയപ്പെട്ടെന്ന് വരും. പക്ഷെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടത്തില്ല. എവരിത്തിങ് വിൽ ബി എ ബോണസ്. അങ്ങനെ കർത്താവിൽ നിന്ന് കിട്ടുമ്പോൾ അത് നമുക്കൊരു
വി ഓൾവേസ് എൻജോയ് ആ സന്തോഷം. അപ്പൊ ആ ഈ വെയിറ്റിംഗ് പീരീഡ് ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഇറ്റ് ഇസ് ദ ഹാർഡസ്റ്റ് ടൈം. പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡിലൂടെ പോകാൻ കർത്താവ് എനിക്ക് കൃപയും തരും. പൗലോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതകളിൽ എന്റെ ശക്തി തികഞ്ഞു വരും. പ്രിയപ്പെട്ടവരെ, ഒന്നിലും ലജ്ജിക്കാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും അങ്ങനെ ഭാരപ്പെട്ട് എന്താ നടക്കാത്ത ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം 1 കൊരിന്ത്യർ അതിന്റെ 15-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലുത് എന്റെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഉയർപ്പിന്റെ പ്രത്യാശ, ഉയർപ്പ് എനിക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ എറ്റേണിറ്റിയെ കുറിച്ചാണ്, നിത്യതയെ കുറിച്ചാണ്. എനിക്ക് നിത്യജീവൻ ഉണ്ട്. അതാണ് ആ ബോധ്യമായി ഏറ്റവും വലുത്. അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഷിന. 1 കൊരിന്ത്യർ 15:15. ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അവർ ഫെയ്ത്ത് ഈസ് എംപ്റ്റി. എന്റെ ഫെയ്ത്ത് എംപ്റ്റി അല്ല. നോക്ക്, എന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ശൂന്യമല്ല. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ദൈവവചനം പറയുകയാണ്, അവൻ അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നോക്ക്, അവിടെ എഴുതിയിരിക്കുകയാണ്, തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. 3-ാം നാൾ അവൻ എഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റു എന്ന ആ ദൈവവചനം എനിക്ക് തരുന്ന അസാധാരണമായ ധൈര്യമുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പം അതിന്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്ത് പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. നോക്ക്, ഈ വാക്ക് എനിക്ക് തരുന്ന അസാധാരണമായ ധൈര്യമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു. My sin is buried. എന്റെ പാപം എന്ത് ചെയ്തു? ഇനി ഞാൻ ജീവിക്കുന്നത്, ഞാൻ പാപത്തിലല്ല ജീവിക്കുന്നത്. പാപസംബന്ധമായ ഒരാൾ യേശുക്രിസ്തുവിന്റെ അടുത്തോട്ട് വന്നപ്പോൾ അവർക്ക് ആദ്യം ലഭിച്ച പാപസംബന്ധമായ ഒരു മരണം. അവര് ഈ ചില ചോദിക്കും, അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പൊ ഇപ്പൊ ഒരു കുഴപ്പമില്ലേ? ഇപ്പൊ പാപം ഒന്നും ചെയ്യുന്നില്ലേ? ഇപ്പൊ എല്ലാം ഭയങ്കര അതിവിശുദ്ധനാണോ? അതിഭയങ്കര പെർഫെക്റ്റ് ആണോ? നിങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദിസ് ഇസ് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എവ്രി വൺ കേട്ടോ. ഒരു കാര്യം ഞാൻ പാപം ചെയ്യുന്നതിന് മുമ്പ് എന്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചു. അത് ഈ പാപമോചനം എന്ന് പറയുന്നത് അതാണ്. ഞാൻ പാപം ചെയ്ത് കഴിഞ്ഞിട്ടല്ല കർത്താവ്, പാപം ചെയ്യുന്നതിന് മുമ്പ് എന്റെ അകൃത്യങ്ങളൊക്കെയും ഓൾറെഡി ക്ഷമിച്ചു. നിന്റെ പാപത്തെ, വെളിപ്പാട് പുസ്തകം പറയുകയാണ്, നിന്റെ പാപത്തെ അവൻ പോക്കിക്കളഞ്ഞു. ഞാൻ പാപം ചെയ്ത് കഴിഞ്ഞല്ല കർത്താവ് എന്നോട് പാപം ചെയ്യുന്നതിന് മുമ്പ്. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ? ഇത് പാപം ചെയ്യാൻ ഇനിയും കർത്താവ് എന്നോട് ക്ഷമിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ നോ, എനിക്ക് പാപം ചെയ്യാൻ ലൈസൻസ് ഇല്ല. അതുകൊണ്ടാണ് റോമൻസ് 6 ഒന്ന് എടുക്കുക. പക്ഷേ റോമൻസ് 6-ന്റെ 2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നു. പാപസംബന്ധമായ മരിച്ചവരായ നമുക്കൊരു ഈ വാസ്തവത്തിൽ യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഞാൻ സ്നാനം പ്രസംഗിക്കാനല്ല ഇരിക്കുന്നത്. സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നാനപ്പെടണം. കാരണം ഇത് നോക്ക്, മരണം ഒരു വ്യക്തി മരിച്ചാൽ പാപസംബന്ധമായ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഹി ബിക്കംസ് എ ന്യൂ ക്രിയേഷൻ. നോക്ക്, അവനിലെ പാപത്തെ മുഴുവൻ, കടും ചുവപ്പായിരുന്ന പാപത്തെ മുഴുവൻ കർത്താവ് കഴുകിക്കളയും. നോക്ക്, പാപസംബന്ധമായ ഒരു മരണമാണ് നമ്മളിൽ സംഭവിക്കുന്നത്. ഒരു വ്യക്തി മരിച്ചാൽ എന്നാ ചെയ്യുന്നത്? അടക്കും. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും 24 മണിക്കൂർ അത് കഴിയുമ്പം കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയി വെക്കും. എത്ര ക്രീം ഇട്ടുകൊണ്ട് നടന്നതാണെങ്കിലും, എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തി മരിച്ചാൽ അടക്കും എന്ന് പറഞ്ഞു. റോമൻസ് 6 ഒന്ന് വായിച്ച ശിന, അതിന്റെ 2, പാപസംബന്ധമായ മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നതങ്ങനെ. നമുക്ക് യേശുവിനെ ഒരു വ്യക്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ പാപത്തിൽ അവർക്ക് ജീവിക്കാൻ അനുവാദമില്ല. എന്നാൽ ദൈവവചനം പറയുക, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ
അവർക്കൊരു മധ്യസ്ഥനുണ്ട്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പം വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നെന്നിരിക്കാം. പക്ഷേ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് എന്ത് വരും? ശുഭം വരും, നന്മ വരും. പ്ലീസ്, അതുകൊണ്ടാണ് പോള് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, ഞാൻ ദിനം പ്രതി മരിക്കുന്നു. ഐ ഡൈ ഡെയിലി. എന്റെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഇല്ല. പക്ഷേ ഏറ്റവും വലുത് മാനസാന്തരമാണ്. ഏറ്റവും വലുത് ഒരു റിപ്പന്റിങ് ഹാർട്ടാണ്. പ്ലീസ്, ഏറ്റവും വലുത് നോക്ക്, എനിക്കൊരു വീഴ്ച ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധി, കർത്താവേ പ്ലീസ്, ഐ എം സോറി, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു, അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, നീ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറയുന്ന നമുക്ക് കർത്താവിനോട് ഒരു വാക്ക് പറയാൻ നമുക്ക് എന്നാ ഈഗോ? അതുപോലെ തന്നെ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു വിഷമം, ഡോണ്ട് ക്യാരി എനിത്തിങ് എഗൻസ്റ്റ് എനിവൺ. ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ എതിരെ ഒന്നും നിങ്ങൾ വെക്കരുത്. പ്രൈസ്, ഒരു നോക്ക്, കാൽവരി ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അവസാനം കർത്താവ് നോക്ക് അവരോട് പറയുകയാണ്, ഇവരുടെ പാപം നിർത്തരുതേ, ഇവരോട് ക്ഷമിക്കണമേ എന്നൊരു മൊഴി കർത്താവ് കാൽവരി ക്രൂശിൽ പറയുകയാണ്. നോക്ക്, ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പം അവരോട് ക്ഷമിക്കാൻ. അപ്പൊ ആ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, പ്രൈസ് അല്ലേ, ഒരു നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കുറച്ചു നാൾ കഴിച്ച ദിവസം കഴിയുമ്പം, ചില മണിക്കൂറുകളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ആ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രൈസ്, എല്ലാവരും ഉപദ്രവിക്കാം. പ്രത്യേകിച്ച് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം തന്റെ മാതാവും തന്റെ സഹോദരങ്ങളും തന്റെ സ്നേഹിതരും പ്രിയപ്പെട്ടവരും ജനമെല്ലാം നോക്കി നിൽക്കെ തന്റെ വസ്ത്രം അവര് പറിച്ചെടുത്തു അല്ലേ. അവനെ അടിച്ചു, തുപ്പി, നിന്ദിച്ചു, പരിഹസിച്ചു, തന്റെ അപ്പന് വരെ വിളിച്ചു അല്ലേ. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ക്രൂശെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു അല്ലേ. കർത്താവ് പറിച്ചില്ല. പ്ലീസ്, അങ്ങനെ എല്ലാവരും നിന്ദിക്കുകയും പരാജയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ക്ഷമിക്കാൻ ഏറ്റവും വലിയ പാട്. കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃക പറ്റും. കർത്താവിന് അത് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ് കർത്താവിന് അത് പറ്റിയ? ഹി ഹാഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇൻസൈഡ് ഹിം. തന്റെ ഉള്ളിൽ കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പം ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. താൻ ദൈവത്തോടുള്ള സമത മുറുകെ പിടിക്കണമെന്ന് വിചാരിയാതെ തന്നെത്താൻ ഒഴിച്ചു. എംപ്റ്റീഡ് ഹിംസെൽഫ്. പക്ഷേ ദൈവം അവനെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. യോഹന്നാൻ എപ്പോഴാണ് നിറച്ചത്? യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ആത്മാവിൽ എന്ത് ചെയ്തു? അവനെ കർത്താവ് നിറച്ചു. ആത്മാവ് പിന്നെ അവിടെ മുതൽ കാണുന്നത് ആത്മാവ് നടത്തുകയാണ്, ആത്മാവ് നിറയ്ക്കുകയാണ്. ആ ആത്മാവ് നോക്ക് അവന് ബലം നൽകി. ആ ആത്മാവ് ക്ഷമിക്കാനുള്ള ബലം നൽകി. ആ ആത്മാവ് ദൈവത്തെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതേ ആത്മാവാണ് എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും സാധിക്കും. ചിലർ പറയും അവർക്കൊക്കെ പറ്റുമായിരിക്കും, അവരൊക്കെ ഹോളി. നോ, അതാ ഏറ്റവും വലിയ നോണ. അവർക്കൊക്കെ പറ്റുമെന്നല്ല, എനിക്ക് പറ്റും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതല്ലേ വിശ്വസിക്കുന്നവരറിയാനായി എഴുതുന്നെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുക. വിശ്വസിക്കുന്ന അവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോടാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ പാപിയല്ല, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. റോമൻസ് പറയുകയാണ് 6:2 ഒന്നുകൂടെ വായിച്ച ശീന, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് അങ്ങനെ അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ അല്ല. മരിച്ച പാപസംബന്ധമായ മരണം സംഭവിച്ചവർക്ക് പിന്നെ അടക്കമാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ സ്നാനമേൽക്കുവാൻ ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. നോക്ക്, അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ എനിക്ക് വേറെ ഈ ഫിലിപ്പൈൻസിലൊക്കെ എല്ലാ വർഷവും ഈ ദുഃഖവെള്ളിയാഴ്ച ഒരാളെ ക്രൂശിൽ കയറ്റും. നോക്ക്, ക്രൂശിൽ കയറ്റി അടിച്ച് പിന്നെ പെട്ടെന്ന് ഒരു ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. വലിയ പീഡകൾ നോക്ക്, ഓർമ്മിക്കുക.
നോക്ക്, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതുപോലെ ആർക്കും മരിക്കാൻ സാധിക്കത്തില്ല. കർത്താവ് നോക്ക്, അവനിൽ പാപമുണ്ടായിരുന്നില്ല. പാപമില്ലാത്ത രക്തമാണ് ക്രൂശിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞത്. അവന്റെ ഇവിടെ ദൈവവചനം പറയുകയാണ്, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാണ്. അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനത്തിലൂടെയാണ് അവന്റെ മരണത്തിൽ പങ്കാളിയാകുന്നത്. അല്ലാതെ നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് നടന്നോ, നോക്ക്, ഒരാളെ ക്രൂശിൽ തറച്ച് അതിന്റെ മരണത്തിൽ പങ്കാളിയാകുന്ന ആ ഓർമ്മ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ മരിച്ചിട്ടുണ്ടോ, മരണത്തിൽ നിങ്ങൾ പങ്കാളിയായോ, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചോ, നിങ്ങൾ സ്നാനപ്പെട്ടോണം. ഞാൻ ഇന്ന് ഒരു ഉപദേശമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മർക്കോസ് നോക്ക്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്റെ വചനം ഒരിക്കലും മാറുന്നില്ല. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ യേശു ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിശ്ചയമായിട്ടും അത് നിവർത്തിക്കപ്പെടും. ഇത് ശിഷ്യന്മാരുടെ അഭിപ്രായമല്ല, പരിശുദ്ധാത്മാവാം ദൈവം ഇത് രേഖപ്പെടുത്തിയതാണ്. അല്ല, യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ ഞാൻ നിങ്ങൾ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ മരിച്ചെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ? കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. നാമും ജീവന്റെ എങ്ങനെ നടക്കണം? പഴയതുപോലെ നടക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. പ്രൈസ് നോക്ക്, ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നടത്തപ്പെടുന്ന ജീവിതമാണ്. ദൈവാത്മാവ് ദൈവമക്കളെ നടത്തുന്നത്. ദൈവാത്മാവുള്ളവരെല്ലാം ദൈവത്താൽ നടത്തപ്പെടുന്നവരായി തീരും. പ്രൈസ്, ദൈവ ആത്മാവാണ് നടത്തുന്നത്. ആത്മാവാണ് എന്റെ ഗൈഡ്, ആത്മാവാണ് എന്റെ നാവിഗേറ്റർ, ആത്മാവാണ് എന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്നിൽ വെക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നെ സഹായിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ മരണത്തിന് ഏറ്റവും വലുത്, ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിംഗ് ഈസ് എറ്റേണൽ ലൈഫ്. ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിംഗ് നോക്ക്, ആ എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ടുള്ളതല്ല, ഇവിടെ ഉണ്ട്. ആ എറ്റേണൽ ലൈഫാണ് നമ്മൾക്ക് ഈ ലോകത്ത് വേണ്ട മുഴുവൻ കാര്യങ്ങളും എനിക്ക് വേണ്ടി ഒരുക്കുന്നത്. പ്രീസ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ നിത്യതയെ മുറുകെ പിടിച്ചു വേണം നടക്കാൻ. പ്രീസ്, അത് എന്താ അതിന് ഞാൻ ചെയ്യേണ്ടത്? കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. കൊലോസ്യ ലേഖനം അതിന്റെ 2:6 ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ, അവനെ കൈക്കൊണ്ടതുപോലെ. നിങ്ങൾ ആ കൈക്കൊണ്ട ദിവസം ഓർക്കുന്നുണ്ടോ? യേശുവിനെ സ്വീകരിച്ച അന്നത്തെ ആ ജോയ്, അന്നത്തെ ആ സന്തോഷം ഇന്നും ഉണ്ടോ? ആദ്യ സ്നേഹം അത് ഇന്നും ഉണ്ടോ? ആദ്യം അനുഭവിച്ച അന്ന് തുള്ളിച്ചാടിയാ തിരിച്ചുപോയെ, അന്ന് എന്തോ വലുത് നേടിയതുപോലെ ഒരു അനുഭവം അല്ലെ, അങ്ങനെ ഒരു അനുഭവത്തിലാണ് തിരിച്ചുപോയത്. ആ സ്നാനക്കുളത്തിൽ നിന്ന് കയറി വന്നപ്പം നോക്കി എന്തോ വലുത് ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അല്ലേ, അത് ഇപ്പോഴും ഉണ്ടോ? ആ പാരാമീറ്റർ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ, ആ ഗ്രാഫ് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത്? അതോ എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയോ? അവൻ അവിശ്വാസത്തിന്റെ ആത്മാവിനെ കൊണ്ടുവന്ന് വരയ്ക്കും. ഓ, നീ പോയിട്ട് എന്നായി, നിന്റെ കാര്യമൊന്നും നടന്നില്ലല്ലോ, ഇപ്പോഴും നിന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ? നോക്ക്, നുണ. ഇപ്പോഴും എന്റെ അവസ്ഥ ഇത് തന്നെയല്ല, ഞാൻ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ തലങ്ങളിലാണ് ഇരിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ വാഴുകയാണ്. ഐ എം ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്റെ അവസ്ഥ വേറെയാണ്. മറ്റേ എന്നെ നയിക്കുന്നത് ലോകമായിരുന്നെങ്കിൽ എന്നെ ഇന്ന് നയിക്കുന്നത് ദൈവമാണ്, യേശുവാണ് എന്റെ നായകൻ. വ്യത്യാസം വന്നു. ഇത് ഇങ്ങനെ നുണ പറഞ്ഞ് ചതിച്ച് അവന് തന്ത്രമാണ്. നുണ പറഞ്ഞ് ചതിക്കുന്നതാണ് അവന്റെ ഏറ്റവും വലിയ തന്ത്രം. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിഞ്ഞോണം. ഇവിടെ ദൈവവചനം പറയുകയാണ്, ആകയാൽ നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നിന്നാണ്. ആകയാൽ എന്ന് പറഞ്ഞിരിക്കും, അതിന് തൊട്ടു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം 5-ാം വാക്യമായി. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും പൗലോസ് പറയാണ്, ഞാൻ ശരീരം കൊണ്ട് നിങ്ങളോട് അകന്നാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ലേഖനം എഴുതുമ്പോൾ നിങ്ങളോട് അകന്നിരുന്നാണ് എഴുതുന്നത്. ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനാണ്. പക്ഷെ സ്പിരിറ്റിൽ ഐ എം വിത്ത് യു. സ്പിരിറ്റ് ഓൾവേ എന്റെ കൂടെ ഇരിക്കുന്നതാണ് സ്പിരിറ്റ്. ആത്മാവിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ക്രമവും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവർക്കൊരു ക്രമം ഉണ്ടായിരിക്കണം. ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരു പാറ്റേൺ ഓഫ് ലൈഫ് അവർക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെ ജീവിക്കാൻ അവർക്ക് അനുവാദം ഇല്ല. ഹോളി സ്പിരിറ്റ് എന്നാ ചെയ്യും? ഓരോ ദിവസവും അവരെ ഗൈഡ് ചെയ്യും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എനിക്കും നിങ്ങൾക്കും ബോധം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ കർത്താവിന്റെ ശബ്ദം കേട്ട് നടന്നു, കർത്താവിന് കീഴ്പ്പെട്ട്, കർത്താവിനെ അനുസരിച്ച്, അവന്റെ കൂട്ടായ്മയിൽ. ചിലർ ചോദിക്കുക എന്നാ അനുഗ്രഹിക്കപ്പെട്ടത്? അവന്റെ കൂട്ടായ്മ തന്നെ നിന്നേ. കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ചർച്ചിൽ വരുന്ന കാര്യം മാത്രമല്ല. ഞാൻ ഇന്നലെ സഭയെ പറഞ്ഞു, ഇന്നലെ ഞാൻ ഫിസിക്കലി യു ക്യാൻ ബി ഹിയർ ബട്ട് വി ക്യാൻ ലീവ് അവേ. അല്ലേ? നമുക്ക് ചർച്ചിൽ പോകാം, നമുക്ക് കൈയടിക്കാം, നമുക്ക് അന്യഭാഷ പറയാം, and also we can live away from God. അകന്നും ജീവിക്കാം. അകന്നാണോ ജീവിക്കുന്നത്? ശരീരം അല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ശരീരം അല്ല ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. നിങ്ങളെയാ ഇവിടെ റിയൽ നിങ്ങളെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടത്. ആ റിയൽ നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി മരിക്കുമ്പോൾ ചിലർ പറയുകയല്ലേ, ഓ അച്ചായൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. ബോഡി അവിടെ തന്നെ കാണും. പക്ഷെ നമ്മൾ പറയാം അച്ചായൻ എന്ത് ചെയ്തു? പോയി. ആന്റി എന്ത് ചെയ്തു? ആന്റി നമ്മളെ വിട്ടിട്ട് പോയി. ആന്റിയുടെ ബോഡി അവിടെ തന്നെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുകയാണ്? വിട്ടിട്ട് പോയി. നോക്ക്, നമ്മള് ശവടക്ക ശുശ്രൂഷകളിലൊക്കെ, ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ നിൽക്കുമ്പം പറയും, ഈ നോക്ക്, ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെയാ പറയുന്നത്, ഇവിടെ ഇല്ല. പക്ഷെ അതല്ല, അകത്തൊരാളുണ്ട്. ഞാൻ പറഞ്ഞത് ആ അകത്തുള്ള ആള് ഷുഡ് ബി ഓൾവേസ് കണക്റ്റഡ്. നിങ്ങൾ അവനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. അവിടെ വേണം. should be always present 24/7. 24 മണിക്കൂറും കർത്താവിന്റെ കൂടെ, അവന്റെ ശബ്ദം കേട്ട്, അവനെ അനുഭവിച്ച്. നോക്ക, പൗലോസ് പറഞ്ഞ പോലെ അവന്റെ പീഡാനുഭവങ്ങൾ ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. കർത്താവിന്റെ മുറിവ് എന്നെ കൂടെ വേദനിപ്പിക്കുന്ന ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ ചത്തു കളഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ലോകത്ത് നിങ്ങൾ യേശുവിന്റെ മരണത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിച്ചാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ആ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത നിങ്ങൾക്ക് പകരമായിട്ട് ഒരാൾ എനിക്ക് പകരമായിട്ടാണ് യേശു മരിച്ചത്. നോക്ക്, അതിനെ എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശ് നോക്ക്, അതിനെ ഒന്ന് പേഴ്സണലൈസ് ചെയ്തേ. പീഡ അനുഭവിച്ച ഞാനായിരുന്നു അവിടെ കിടക്കേണ്ടത്. എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു അവിടെ കിടന്നത്. ഞാൻ അനുഭവിക്കേണ്ട വേദനയാണ് കർത്താവ് അനുഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ വിട്ടിട്ട് ഒരു പരിപാടി എന്റെ ജീവിതത്തിൽ ഇല്ല. ഓൾവേസ് കണക്റ്റഡ്. ഇവിടെ ദൈവവചനം നമ്മളോട് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 5-ൽ പറയുകയാണ്, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവരായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. നിങ്ങളുടെ ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത. ഇടയ്ക്ക് ഒരു വിഷയം കാണുമ്പോഴത്തേക്ക് ഇനി ഞാൻ അങ്ങോട്ടില്ല, ഞാൻ പോയിട്ട് എന്റെ കാര്യമൊന്നും ശരി. എന്റെ പൊന്നെ, ഇതല്ല കർത്താവ് തക്ക സമയത്ത് ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് ഉയർത്തും. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ബ്ലെസ്സിങ് ഇസ് ദ വേർഡ് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് മോണിറ്ററി തിങ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എറ്റേണിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് സമാധാനം. ഡു യു ഹാവ് ദറ്റ് പീസ്? ഏത് വിഷയത്തിലും ഒരു കൊടുങ്കാറ്റിന്റെ അകത്തും ആ സമാധാനം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം നിങ്ങളുടെ അകത്ത് അത് ഇരിപ്പുണ്ട്. ഡു യു ഹാവ് ഇറ്റ്? അതോ ഇത് വരുമ്പോ ഞാങ്ങണ പോലെ ആടുകയാണോ? അതോ ഒരു പ്രതിസന്ധി കാണുമ്പം വേദനപ്പെട്ട് നോക്ക്, ദൈവം പരാതിയും പെറുപെറുപ്പോ ഇല്ല, ദൈവം ഒന്നും ചെയ്തില്ല, എന്റെ ജീവിതം മാത്രം ഇങ്ങനെയായി എന്ന് പെറുപെറു ഇല്ല. The good is yet to come.
ആമേൻ. നല്ലതേ വരത്തുള്ളൂ, നല്ലതേ എന്റെ കർത്താവ് ചെയ്യത്തുള്ളൂ, നല്ലത് എന്റെ ജീവിതത്തിൽ ഞാൻ കാണുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ നന്മ കാണുമെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവവചനം പറയാം, അയ്യോ കഷ്ടം. കാണുമെന്നേ, നിശ്ചയമായിട്ടും കാണും. ഈ ബ്ലെസ്സിങ് പലപ്പോഴും പൈസ ആയിട്ട് ആൾക്കാർ കണക്ട് ചെയ്യുക. പൈസ അല്ല ബ്ലെസ്സിങ്. ഞാൻ നോക്ക്, പൈസയ്ക്ക് നമ്മളെ സഹായിക്കാൻ മേലാത്ത ഒത്തിരി സമയങ്ങൾ ജീവിതത്തിൽ വരും. നിങ്ങളുടെ മുഴുവൻ പൈസ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു രോഗത്തിന് ചികിത്സിക്കാൻ അത് തികഞ്ഞണമെന്ന് ഇല്ല. അത്രേ ഉള്ളൂ. നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പണത്തിനൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഏറ്റവും വലുത് എറ്റേണിറ്റിയാണ്. ഏറ്റവും വലുത് ദൈവികമായ സമാധാനമാണ്. ഏറ്റവും വലുത് ക്രിസ്തുവിലുള്ള സന്തോഷമാണ്. അതിനെ കവിഞ്ഞ് വേറൊന്നുമില്ല. ബി കണക്റ്റഡ്. ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ആ സ്ഥിരതയുണ്ടോ? അതോ ആർ യു സീക്കിംഗ് ഗോഡ് ഓൺ സൺഡേ? ഒരു ഞായറാഴ്ച വിശ്വാസിയായിട്ട് നിങ്ങൾ മാറിയോ? ഞായറാഴ്ച സഭായോഗത്തിൽ വന്നില്ല, തിരക്കും. എന്റെ പ്രയർ സെൽ ലീഡർ എന്നെ തിരക്കും. അല്ലെങ്കിൽ അവിടെ റെജിബ്രർ എന്നെ ചോദിക്കും, എന്തിയെ അവരെ കണ്ടില്ലല്ലോ എന്ന് റെജിബ്രർ അല്ലെങ്കിൽ ഫോൺ ചെയ്യും എനിക്ക്. എന്നെ നമ്മളെ അല്ല ബോധിപ്പിക്കുന്നത്. ഞങ്ങളെ ആരെയും ബോധിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. കണക്ക് വെച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട് കേട്ടോ. നിങ്ങളുടെ രജിസ്റ്റർ ഉണ്ട്, ജീവന്റെ പുസ്തകം. വേറൊരു പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകം. ഓരോന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു മീറ്റിംഗ് മിനിറ്റ്സ് എഴുതും അല്ലേ? മീറ്റിംഗിന് മിനിറ്റ്സ് എഴുതുന്ന പോലെ മിനിറ്റ്സ് എഴുതിയിരിക്കുന്ന ഒരു മിനിറ്റ് ബുക്ക് സ്വർഗത്തിലുണ്ട്. എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. എന്റെ പൊന്നെ, സകലതും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ കർത്താവിനെ പ്ലീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ. ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്ന പൈസ, ഈ പലരും നമുക്ക് അറിയാതെ തന്നെ ഈ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോയി പൈസ ആയിട്ട് അത് കണക്ട് ചെയ്യും. സമാധാനം, സന്തോഷം, എറ്റേണിറ്റി, അതൊക്കെയാ ബ്ലെസ്സിങ്. ചിലർക്ക് മരിക്കാൻ പേടിയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഭയമുള്ളവർ. അവർക്ക് എന്തുകൊണ്ടാണ് ഭയം എന്നറിയാം? നിത്യതയെക്കുറിച്ച് അവരുടെ പ്രത്യാശയില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള നല്ല ഉറപ്പുമില്ല അവർക്ക്. അതോ പോള് പറയുന്നത്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെയാ. ഇവിടെ ആബ്സെന്റ് ആയാൽ ഞാൻ അവിടെ പ്രസന്റ് ആണ്. അത് അത്യുത്തമം. ഉത്തമം എന്നല്ല പറഞ്ഞ, അത്യുത്തമം. നോക്ക്, ആ ഒരു ബോധ്യം. ഇവിടെ നമ്മള് ഈ ഫ്ലൈറ്റ് കയറിയ US പറക്കാൻ നമ്മൾ ഫ്ലൈറ്റ് കയറിയ നമുക്കറിയാം, നമ്മൾ ന്യൂയോർക്കിലോ ഡാലസിലോ ഹൂസ്റ്റണിലോ എവിടെയെങ്കിലും നമ്മളെ അമേരിക്കയിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകും. നമുക്ക് വി നോ ദ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവവൈതൽ നാവിഗേറ്റ് ചെയ്യുമ്പം, ഈ ഭൂമി നടക്കുമ്പം അവർക്ക് ഉറപ്പുണ്ടായിരിക്കണം അവരെങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്. എനിക്ക് വേണ്ടി വീടൊരുക്കി കർത്താവ് കാത്ത്. യേശു പറഞ്ഞ വാക്കല്ലേ, ജോൺ 14 കർത്താവ് പറഞ്ഞ വാക്കല്ലേ, ഞാൻ വീട് ഒരുക്കാൻ പ്രിപ്പയറിംഗ് ഹോംസ്. എന്റെ ഏറ്റവും വലിയ ധൈര്യം, എന്നിലോട്ട് നോക്കിയാൽ ഒന്നുമില്ല. പാപസംബന്ധമായി ഞാൻ മരിച്ചു. എന്റെ പാപം ഇറേസ്ഡ്, അതിനെ എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു, അതിനെ തൂത്തങ്ങ് കളഞ്ഞു. അത് നോക്കി അവിടെ ബ്ലാങ്ക് ആണ്. ഞാൻ പാപം ചെയ്യുന്നതിന് മുമ്പേ അതിനെ മായ്ച്ചു കളഞ്ഞു. ഞാൻ അവന്റെ സന്നിധി വന്നപ്പോൾ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് നത്തിങ് ഈസ് എഗൻസ്റ്റ് മീ. ഞാൻ നോക്ക്, അവനെ കുഴിച്ചിട്ടപ്പം എന്റെ പാപം കൂടിയ മൈ സിൻ ഹാസ് ബീൻ ബറീഡ്. ഇന്നെനിക്ക് അവൻ ഉയർത്തെഴുന്നേറ്റപ്പം, ഞാൻ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റപ്പം എനിക്ക് ജീവിക്കാനുള്ള ഒരു ധൈര്യവും കർത്താവ് തന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല. നിങ്ങളുടെ വിലയേറിയ വിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ആ വിശ്വാസം, ഹോൾഡ് ഓൺ ടു യുവർ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വസിച്ച്, യോഹന്നാൻ പറഞ്ഞ്, വിശ്വസിക്കുന്നവർക്കാണ് ഞാനിത് എഴുതുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എവറിത്തിങ് യു നീഡ് വിൽ ബി. നിങ്ങളുടെ ഇന്നത്തെ ഫിനാൻഷ്യൽ ആവശ്യമാണ്, ഇന്ന് പകലത്തെ സാമ്പത്തിക ആവശ്യമാണ്, തരും. സ്വർഗം തുറക്കും. എങ്ങനെ വരും? എവിടുന്ന് വരും? എനിക്കറിയാം. ആകാശത്തിന്റെ കിളിവാതിലുകളെ അവൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കും.
വേറൊരു ഡോറുണ്ട്. നമ്മൾ കാണുന്ന ഡോറ് അല്ല ദൈവത്തിന്റെ ഡോറ്. ആമേൻ. നമുക്ക് ചില ഡോട്ട്സ് ഒക്കെ ഉണ്ട്. ഇന്നയാള് ചിലപ്പോൾ സഹായിക്കുമായിരിക്കും, ഇന്ന പുള്ളി, എന്റെ പൊന്നെ ഇന്ന പുള്ളി, ആ പുള്ളി ഒന്ന്. ദൈവത്തിനൊരു ഡോറുണ്ട്. ഐ ബിലീവ് ഇൻ ദ ഡോർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വാതിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഉറങ്ങുമ്പോഴും അവൻ ഉണർന്നിരിക്കുക. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ അവൻ എന്റെ ആവശ്യം അറിയാം. ഹി നോസ് മീ. എന്റെ നാളത്തെ എന്റെ ആവശ്യം എന്റെ കർത്താവ് അറിയും. എന്നെ പട്ടിണിക്കിടുന്ന കർത്താവാണ്, എന്നെ ദുഃഖത്തിൽ താഴ്ത്തുന്ന കർത്താവാണ്. എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പ്ലീസ്, അത് എന്റെ കമ്മിറ്റ്മെന്റ് അല്ല, അത് ഗോഡ് ഈസ് കമ്മിറ്റിംഗ്. അവനാ എന്റെ ഉള്ളിൽ വസിക്കുന്നത്. ഇന്ന് ഇത്ര മില്യൺ വേണം എനിക്ക്, അത് ഗോഡ് ഈസ് കമ്മിറ്റിംഗ്. സോ അതിനെപ്പറ്റി ഒന്നും വിചാരപ്പെടരുത് കേട്ടോ. പ്രോബ്സ് 10 വാക്യമുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എടുക്കണമെന്ന് ലക്ഷ്യം, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. പലരും പൈസയ്ക്ക് ഭാരപ്പെടുന്നവര് ഇതിന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. ഗോഡ് ഹു ബ്ലെസ്സസ്. ഞാൻ ഒറ്റ കാര്യവും കൂടെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാൻ പോവാ. മനുഷ്യരിലോട്ട് നോക്കണം. ചിലപ്പോൾ നിന്നെ ഒരാൾ സഹായിച്ചെങ്കിൽ അവരൊരു 100 പേരോട് പറയും, പക്ഷെ എന്റെ കർത്താവ് അങ്ങനെയല്ല. ഉയർത്തി, മാനിച്ച്, ചേർത്ത് പിടിച്ച്. കർത്താവ് ആരോടും നോക്ക്, ഒരു കൊച്ചു കല്ല് പോലും ആ സ്ത്രീയുടെ മേത്ത് വന്ന് വീഴാൻ കർത്താവ് സമ്മതിച്ചില്ല. അവർക്ക് കുറവുണ്ടായിരുന്നു, അവർക്ക് പാപം ഉള്ളിൽ ഉണ്ടായിരുന്നു. ഷി വാസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് അഡൽട്ടറി. പക്ഷെ ഒരു കൊച്ചു കല്ല് പോലും വീഴാൻ സമ്മതിച്ചു, പൊതിഞ്ഞു പിടിച്ചു കർത്താവ്. കർത്താവ് ഒരിക്കലും നമ്മൾ നിന്ദിക്കപ്പെടാൻ, കർത്താവ് നിന്ദിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഈ കെയേഴ്സ് പറയും. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹി കെയേഴ്സ് പറയും. അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലെ അങ്ങേണ്ട, ആ ഭാരമൊക്കെ അവന്റെ മേലെ അങ്ങേണ്ട. എല്ലാ കർത്താവ് ചെയ്ത് കഴിഞ്ഞു, ഒരു ഫിനിഷ്ഡ് വർക്കിലാണ്. സോ ലെറ്റ് us pray. യേശുവേ സ്തോത്രം കർത്താവേ, എന്ന് കേട്ടതുപോലെ ആ നിത്യജീവൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ കർത്താവേ. ആ നിത്യജീവനിൽ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവമക്കളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആ പരിശുദ്ധാത്മാവിനാൽ തന്നിരിക്കാൻ സ്തോത്രം കർത്താവേ. നിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. കേൾക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവിക സമാധാനത്താലും സ്വസ്ഥതയാലും സന്തോഷത്താലും അവരുടെ കുടുംബങ്ങൾ നിറയട്ടെ. ആ ദാരിദ്ര്യം മാറിപ്പോട്ടെ. എല്ലാ അവസ്ഥകളിൽ നിന്നും വലിയ വിടുതലും സൗഖ്യവും അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്താൽ അവർ നിറയട്ടെ കർത്താവെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ കർത്താവെ. ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ, മാനസികമായി, ശാരീരികമായി, ഹല്ലേലൂയ, മാനസികപരമായി മടുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ മടുപ്പുകളും എല്ലാ അനാരോഗ്യങ്ങളും യേശുവിന്റെ നാമത്തിൽ കരമെടുത്ത് മാറുവാൻ കൽപ്പിക്കുന്നു. മാനസിക അവസ്ഥകൾ നോർമൽ ആകട്ടെ. ഹല്ലേലൂയ. പല മരുന്നുകൾ കഴിച്ചിട്ടും ഉറങ്ങാൻ കഴിയാത്തവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ആ കർത്താവിലൊന്ന് വിശ്വസിച്ചേ. യേശു എന്റെ കർത്താവാണെന്ന് പറഞ്ഞ് ആ നെഞ്ചത്തോട് കൈവച്ചിട്ട് പറഞ്ഞ്, യേശു എന്റെ കർത്താവായതുകൊണ്ട് ഒരു രോഗവും എന്റെ ശരീരത്തിൽ ഇരിക്കത്തില്ല, ഒരു ഭാരവും എന്റെ ശരീരത്തിന്റെ മേൽ വാഴത്തില്ല. യേശു എന്റെ കർത്താവ്. ഇത് ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് ഇതിനെ നശിപ്പിക്കുന്നതിനെ എന്റെ കർത്താവ് നശിപ്പിക്കുമെന്നുള്ള വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ആ വചനം ഒന്ന് വിശ്വസിച്ച് ഒരു രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കത്തില്ല. എന്റെ കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഇറങ്ങും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങും. വിടുവിക്കും നിശ്ചയമായിട്ട്. അത്ഭുതമായി തീരും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഓരോ മക്കളും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സ്വർഗീയ നന്മകൾ കൊണ്ടും അനുഗ്രഹം കൊണ്ടും കർത്താവ് നിറയ്ക്കണമേ. ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ രംഗങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന്
ഇന്നത്തെ ഭൗതികമായ നിന്റെ മക്കളുടെ ഏത് ആവശ്യമാണെങ്കിലും സ്വർഗീയ ഭണ്ഡാരത്തെ അവിടുന്ന് തുറക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ വാഗ്ദത്തം പോലെ ഇടപോരാതെ വണ്ണം ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വാക്ക് പോലെ നിന്റെ മക്കൾ ബ്ലെസ്ഡ് ആകട്ടെ. ക്രിസ്തുവിൽ എല്ലാ നിറവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അഭിഷേകത്താൽ നിറയ്ക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം. അവരുടെ തലമുറകളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ലോകത്തിൽ ഉന്നതരും അവർ ക്രിസ്തുവിൽ പ്രസിദ്ധരുമായി മാറട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളമായിട്ട് അവരുടെ മേൽ വീഴട്ടെ. അനുഗ്രഹിക്കുകയാണ്. നന്മകളാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് മൈൻഡ് യു, യുവർ ഫെയ്ത്ത് ഇസ് നോട്ട് എംപ്റ്റി. നിങ്ങളുടെ വിശ്വാസത്തിന്റെ നോക്ക്, അതിന്റെ നിറവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എറ്റേണിറ്റി. പ്രൈസ്, ഐ ഹാവ് എറ്റേണൽ ലൈഫ് ഇൻസൈഡ് മീ. ക്രിസ്തുവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ വാഴുകയാണ്. ആ സന്തോഷം, ആ ക്രിസ്തുവിന്റെ ജീവനുള്ള ആ സന്തോഷം, ആ ആദ്യം ലഭിച്ച ആ സന്തോഷം നമ്മുടെ ജീവിത അവസാനം വരെ, ലാസ്റ്റ് ഡേ ഓഫ് അവർ ലൈഫ്, ഈ ഭൂമിയിൽ അവസാന ദിവസം വരെ അത് നിലനിൽക്കണം. പ്രീസ്, നമ്മൾ വിശ്വസിച്ചത് അതിന്റെ റിയാലിറ്റി നമ്മൾ കാണാൻ പോകുന്നത് പ്രീസിലോ കർത്താവിന്റെ പുനരുദ്ധാനത്തിലാണ്. വി വിൽ സീ. നമ്മള് ഇത് വിശ്വസിച്ചില്ലായിരുന്നു, നമ്മള് ഇതെങ്ങാനും എടുത്തില്ലായിരുന്നെങ്കിലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ട്. സോ കർത്താവിനോട് ചേർന്ന് സ്നാനപ്പെട്ടിട്ട്, ഇന്ന് സ്നാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നാനപ്പെട്ടണം. Go and get baptized. It is the word of God that will never change. ഈ സ്നാനപ്പെടുന്ന വ്യക്തി he lives in a different realm. കേട്ടോ, ഒരു സ്നാനപ്പെട്ട വ്യക്തിയോട് പറയാം, you are living in a different realm of life. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അതുപോലെ ഒരു കാര്യം കൂടെ അങ്ങ് പറയാം, നിങ്ങളുടെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ സ്നാനപ്പെടേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യത്തിന് വേണ്ടി സ്നാനപ്പെടേണ്ട. ഇതിനെല്ലാം വില കാൽവറി ക്രൂശിലാ കർത്താവ് കൊടുത്ത് വിശ്വസിക്കുന്നവരാ സ്നാനപ്പെടേണ്ടത്. ചിലർ ചോദിക്കും, മുതിർന്ന സ്നാനം ശരിയാണോ? ശിശു സ്നാനം ശരിയാണ്. മുതിർന്ന സ്നാനവും തെറ്റാണ്, ശിശു സ്നാനവും തെറ്റാണ്. വിശ്വാസ സ്നാനം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. So God bless you. Have a wonderful day and share the video also. Let it be a blessing to many people.